ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ ഫെബ്രുവരിയിലെ സെറ്റ് എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എക്സാം നമുക്ക് വരുന്നത് ഈ ജൂലൈ 2026 എന്നാണ് പറയുന്നതെങ്കിലും എക്സാം വരുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ് സൺഡേ ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിലേക്ക് നിങ്ങൾ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് മടുത്തിരിക്കും ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിലെ കുട്ടികളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ വോയിസ് നിങ്ങളൊന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആവും. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് പേപ്പർ 1 എഴുതാൻ പറ്റിയെന്നുള്ളതാണ്. എല്ലാവരും ജനറൽ പേപ്പർ പാടാണെന്ന് പറയുമ്പോഴും അത് അത്രയും മികച്ച രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വോയിസുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കാം. മാം, ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് മാർഗ് നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് കൂടുതൽ മാർഗുണ്ട്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷവും മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ സബ്ജക്ട് പേപ്പറും ഒക്കെ കുറച്ച് ടഫായിട്ട് തോന്നി. കഴിഞ്ഞ വട്ടം വളരെ കുറച്ച് മാർക്കിനാണ് പോയത്. അപ്പോൾ ഒരുപാട് വിഷമം തോന്നി. പക്ഷേ ഇപ്രാവശ്യം അതിനൂടെ അന്ന് വിഷമിച്ചതിൻ്റെ ഒക്കെ ഒരു ഫലം എനിക്ക് ഇപ്രാവശ്യം ഈ ആൻസർ കീ നോക്കിയപ്പം കിട്ടി. എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, കാരണം ഇത്രയും ചെറിയ ഫീസിൽ മാം എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റി കണ്ടൻസ് കൊടുക്കുന്നത്, ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്കറിയാവുന്ന സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ ഇത് സജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ക്വസ്റ്റ്യൻ മാം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് ഉണ്ടായ തെറ്റുകളാണ്. അപ്പം എപ്പോഴും അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് എനിക്കൊരു വയ്യാഴികയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ മാമിനെ വിളിച്ചപ്പോൾ മാമിൻ്റെ ആ ഒരു ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സംസാരം ആ വയ്യാഴ്മയിലും നമ്മളെ പഠിക്കാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കും. അപ്പം ആ ഒരു കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഉണ്ടായി എന്ന് മനസ്സിലാവുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മാമിനോട് എത്ര പറഞ്ഞാലും തീരത്തില്ല, അത്രയും സന്തോഷമുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. മാം നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റി. മാം ക്ലാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു വന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഡയറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. പിന്നെ നോട്ട്സ്, മറ്റേ കറണ്ട് അഫേഴ്സ് ഒക്കെ ആണെങ്കിൽ പക്ക അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ചോദിച്ചത്. ക്ലാസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണ് 80 above ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് ജനറൽ പേപ്പർ മാത്രമല്ല, കൊമേഴ്സിൻ്റെ പേപ്പറും വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് എന്തുമാത്രം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾ ഒരുപാട് ഗ്യാപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എങ്ങനെ പഠിച്ചാൽ കൊമേഴ്സ് ഒത്തിരി വർഷങ്ങളായി പഠിച്ചിറങ്ങിയിട്ട് ഇനി എങ്ങനെ ചെയ്യും, എന്ത് പഠിക്കും എന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ഹൈംസ് അക്കാഡമിയിൽ നമുക്കറിയാം 6 യൂണിറ്റാണ് സെറ്റ് എക്സാമിനുള്ളത്. അപ്പോൾ 6 യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റ് അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് കൃത്യമായിട്ട് കണ്ട് അതിൻ്റെ നോട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകളാണെങ്കിലും ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഓരോ യൂണിറ്റിലെയും ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് വരയ്ക്കുന്ന വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ലൈവായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് അവിടെ തന്നെ ഡിഫിക്കൽട്ടായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ആ ലൈവ് സെക്ഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ കൃത്യമായിട്ടൊരു പഠനം നമ്മളെ കൊമേഴ്സ് പേപ്പർ നല്ലൊരു പേഴ്സൻറ്റേജ് സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും കൊമേഴ്സ് പേപ്പറിന് ആരെങ്കിലും വർഷങ്ങളായിട്ട് എഴുതി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ തവണ ഈ ഒരു കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് കൊമേഴ്സ് പാസ്സാവാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിലും വളരെ മികച്ചൊരു കോച്ചിങ്, അതും ഏറ്റവും ചെറിയ ഫീസിൽ. വിളിക്കുന്നവരൊക്കെ ഈ ഒരു ചെറിയ ഫീസിൽ ഇത്രയും ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അത്രയും കുറഞ്ഞൊരു ഫീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ഇൻഫർമേഷനും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.